കേരളത്തിൽ റബ്ബർ പ്ലാന്റേഷനൊക്കെ മാറിയിട്ട് റംബൂട്ടാൻ പ്ലാന്റേഷൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റബ്ബറിൽ നിന്ന് ഒരു വർഷം 50,000 രൂപയാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ റംബൂട്ടാനിൽ നിന്ന് 2 മുതൽ 3 ലക്ഷം രൂപ വരെ കിട്ടുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ഇനി അത് കൂടിക്കഴിഞ്ഞാൽ റംബൂട്ടാൻ ഈ വർഷം വിറ്റഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാനിങ് മെത്തേഡ് അതിന് വാല്യൂ ആഡഡ് പ്രോപ്പർട്ടി ആക്കി മാറ്റാം, ഒപ്പം പ്രിസർവ് ചെയ്യാം, സംരക്ഷിക്കുക, ഫ്രൂട്ടിനെ സംരക്ഷിച്ച് നിർത്താം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കർഷകർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഇൻഫർമേഷനാണ് ഈ കാനിങ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ റംബൂട്ടാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇതിനു മുമ്പ് ആരും ക്യാൻ ചെയ്ത് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതിന് സംരംഭമായിട്ടല്ല കാണുന്നത്. ഇത് നമ്മൾ ഓൾ കേരള റംബൂട്ടാൻ മാംഗോസ്റ്റിൻ അസോസിയേഷൻ്റെ ഒരു ഒരു മെയിൻ ഭാരവാഹിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തിൽ എത്ര റംബൂട്ടാൻ കൃഷി കൂടിയാലും നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് മാസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം വർഷത്തോളം 2 വർഷത്തോളം അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുക, അതിനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ കൃഷിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ടിനെ ഫേസ് ചെയ്യാൻ പറ്റും, ഇന്റേണൽ ആയിട്ടുള്ള മാർക്കറ്റ്, ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് മാർക്കറ്റിനൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ കാര്യമാണ്. ഏറ്റവും വലിയ കാര്യം അവസാനമായി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കാരണം ഇത് ഇപ്പോൾ 2 വർഷത്തേക്ക് നമുക്കിത് സൂക്ഷിക്കാവുന്ന രീതിയിലാണ് പ്രിസർവ് വെച്ചേക്കണം. ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ അതുകൂടാതെ ഇതിന് സ്റ്റീം പ്രോസസ്സ്, ഹീറ്റ് പ്രോസസ്സ്, അങ്ങനെയുള്ള കൂളിംഗ് മെത്തേഡ് ഇതിൽ കൂടെ കടന്നു വന്നിരിക്കണം. അതിന് ടേസ്റ്റൊന്നും ഒരു നല്ല ബെസ്റ്റായിട്ടുള്ള ഡെലിഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളിതൊരു സാമ്പിൾ പ്രൊഡക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അത് തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ ഈ റംബൂട്ടാൻ കർഷകർക്ക് തന്നെ കൊടുക്കാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം അപ്പോൾ അവർ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിക്കോട്ടെ, അവർക്ക് കാര്യങ്ങൾ ചെയ്തോട്ടെ. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളിലേക്ക് ഞാനിതിപ്പോൾ ഏകദേശം ഒരു 200ഓളം ക്യാനുകളുണ്ട്. അതായത് 400ഓളം റംബൂട്ടാൻ, 400 കിലോളം റംബൂട്ടാനാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ട് 200ഓളം ക്യാനുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് തരാവുന്നതാണ്. അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഈ കാണുന്നത് ക്യാൻഡ് റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഇത് 1 ലിറ്ററോളം വരുന്ന ക്യാനാണ്. ഇതിനകത്ത് ഏകദേശം 2 കിലോ റംബൂട്ടാൻ ഫ്രൂട്ട്, 2 കിലോ റംബൂട്ടാൻ ഫ്രൂട്ടിൽ നിന്നുള്ള പൾപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലഷ്, കുരു ഉള്ളതുകൊണ്ട് കുരു ഇല്ലാത്തതുകൊണ്ട് ക്യാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ 2 വർഷത്തോളം പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹീറ്റ് പ്രോസസ്സ് വഴിയായിട്ടും സ്റ്റീം പ്രോസസ്സ് വഴിയായിട്ടും ഒരു ടെക്നോളജിയാണ് ഇത്. ശരിക്കും ഏകദേശം ഒരു 10 കോടി രൂപയുടെ ചിലവിലുള്ള ഒരു കാനിങ് കമ്പനി ഉണ്ട്. അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കമ്പനി. ഭാഗ്യം കൊണ്ട് എനിക്ക് ഇതിൻ്റെ ടെക്നോളജി കിട്ടി. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കമ്പനിയിലാണ് ഇത് ക്യാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് സ്റ്റീം പ്രോസസ്സും ഉണ്ട്, ഹീറ്റ് പ്രോസസ്സും ഉണ്ട്, പിന്നെ ഒരു കൂളിംഗ് മെത്തേഡുണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 2 വർഷത്തോളം ഇരിക്കും. മാത്രമല്ല ഇത് നല്ല ഡെലീഷ്യസ് ആണ്. സാധാരണ രീതിയിൽ ഇത് നമ്മൾ ബാങ്കോക്കിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ ക്യാൻഡ് റംബൂട്ടാൻ വരുന്നുണ്ട്. അതിൻ്റെ 1 ലിറ്ററിൻ്റെ വില എന്ന് പറയുന്നത് 3000 റുപ്പീസോളാണ് 1 ലിറ്ററിൻ്റെ വില. നമുക്ക് അതിൻ്റെയൊക്കെ പകുതി വിലയിലും താഴെയും നമുക്ക് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ചുമ്മാ ഷുഗർ സിറപ്പ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു 14 വർഷത്തെ ഒരു ആലോചനയുടെ ഫലമാണ് സത്യത്തിൽ ഈ രീതിയിലേക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഒരു സാമ്പിൾ പ്രൊഡക്റ്റായിട്ട് ഏകദേശം ഒരു 200ഓളം ക്യാൻ, ഒരു 300, 350, 400 കിലോൻ്റെ അടുത്ത് റംബൂട്ടാനാണ് ഞാൻ ക്യാൻ ചെയ്ത ഒരു 200ഓളം ക്യാനുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് സാമ്പിൾ പ്രൊഡക്റ്റായിട്ട് വേണ്ട അത്യാവശ്യക്കാർക്ക് കൊടുക്കാം, ഒരു സെയിലിനല്ല, വേറെ രീതിയിൽ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടൊക്കെ കണക്കൂട്ടിയിട്ട് അടുത്ത വർഷത്തിന് വിപുലമായിട്ട് ഇതിൻ്റെ പേറ്റൻറ്റ് എടുത്തിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഇത് ഞങ്ങൾ ഓൾ കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ അസോസിയേഷൻ്റെ അവരുടെ അതിനൊരു ഊന്നൽ കൊടുക്കാനാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ആലോചന. കാരണം അടുത്ത വർഷം ഞങ്ങളുടെ കർഷകരിൽ നിന്ന് മാക്സിമം കൂടുതലായിട്ട് കളക്ട് ചെയ്തിട്ട് ക്യാൻ ചെയ്ത് വെച്ചിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രിമേച്ചർ ഒരു എക്സ്പെരിമെൻ്റാണ്. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റ് വിജയിച്ചു. കാരണം ഇത് നല്ല ഡെലീഷ്യസ് ആണ്. മാത്രമല്ല 2 വർഷത്തോളം ഇരിക്കും. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസം ഇരിക്കുള്ളൂ. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. പൊട്ടിക്കാത്തോടത്തോളം കാലം, ഈ സീല് പൊട്ടിക്കാത്തോടത്തോളം കാലം ഇത് 2 വർഷത്തോളം ഇരിക്കും. സീഡ്ലെസ് ഉണ്ട്, സീഡായിട്ടുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പഴുപ്പ് അങ്ങനെ തന്നെ എടുത്ത് ക്യാൻ ചെയ്തുകൊണ്ട് പഴുപ്പ് കുരുവോടുകൂടി തന്നെ ചെയ്തുകൊണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചക്കയായാലും മാങ്ങയായാലും 3-4 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ റംബൂട്ടാനായാലും പറിച്ചിട്ടുണ്ടെങ്കിൽ 4-5 ദിവസത്തിനുള്ളിൽ വിറ്റ് തീർന്നില്ലെങ്കിൽ ആളുകൾ വാങ്ങിക്കില്ല. അതിനൊരു ഗ്രേ കളർ വരും. പിന്നെ അതിൻ്റെ ആ ഫ്ലഷ് എന്ന് പറയുന്ന ഒരു 10-12 ദിവസം സമയത്ത് അതിൻ്റെ ഡീക്കെ വരും. പക്ഷേ അതിനെ നമ്മൾ വാല്യൂ ആഡഡ് പ്രോപ്പർട്ടി ആക്കി അതിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ ഉപയോഗിക്കാം.
ഈ പറഞ്ഞ മാതിരി ഇത് ഏകദേശം 2 വർഷത്തിലൊരു ഡ്യൂറേഷൻ ഉണ്ട്. ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാല്യൂ ആഡഡ് പ്രോപ്പർട്ടിയാണ്. നമ്മൾക്ക് ഈ എന്ത് ഫ്രൂട്ട് നമ്മൾ റോ കൊടുക്കുന്നതിനേക്കാൾ ഭേദമായിട്ട് നമുക്ക് ഇതിലൊരു ഒരു ഒരു മാർജിൻ കിട്ടും. കർഷകനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇന്ന് ഓണമാണ്. ഇന്നിപ്പോൾ 2024 2025 സെപ്റ്റംബർ 5-ാം തീയതി ഇന്ന് ഓണമാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇരുന്നോട്ടെ. ഞാനൊരു 15 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഞാനിതിനെ എയർ ചെയ്യുകയാണ്, എന്ന് പറഞ്ഞാൽ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് ഞാനിത് കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കിപ്പോൾ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ല. ഇങ്ങനൊരു കാര്യമുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു ഇന്നോവേഷൻ വരും. അപ്പോൾ കർഷകരൊരു അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ കലവറയാണ്. വൈറ്റമിൻ സി മുതൽ അതുകൂടാതെ പൊട്ടാസ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കലവറയാണ്. അപ്പോൾ ഏറ്റവും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റംബൂട്ടാൻ ഏത് സമയത്തും എല്ലാ സമയത്തും, അതായത് സാധാരണ രീതിയിൽ നമുക്ക് ഒരു 5 മാസത്തേക്കാണ് റംബൂട്ടാൻ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഏകദേശം 7 മാസത്തോളം, വർഷത്തിൽ 12 മാസമാണെങ്കിൽ 7 മാസത്തോളം നമുക്ക് റംബൂട്ടാൻ കഴിക്കാവുന്ന ഒരു സൗകര്യമുണ്ട് ഇങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൽ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സും മറ്റുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഒന്നും ചേർക്കാത്തത് കൊണ്ട്, ചുമ്മാ ഇത് ഒരു ഷുഗർ സിറപ്പ് മാത്രമായതുകൊണ്ടും പിന്നെ ഹീറ്റ് പ്രോസസ്സും അതേപോലെ ക്യാനിങ് മെത്തേഡിൻ്റെ ഒരു ടെക്നോളജിയും അതേപോലെ സ്റ്റീം മെത്തേഡും കൂടി പ്രോസസ്സൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. 2 വർഷത്തോളം നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പോർട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പോർട്ട് ഫേസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 3000 രൂപയ്ക്കാണ് ഈ 1 ലിറ്ററിൻ്റെ ക്യാൻ തായ്ലൻഡ് കമ്പനികളൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് നമുക്ക് അതിൻ്റെ ഒരു പകുതിയിൽ താഴെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ റംബൂട്ടാൻ ഈ വർഷത്തെ ഇതിപ്പോൾ സാധാരണ രീതിയിൽ നോർമൽ പ്രൂണിങ് നടത്തിയിട്ടുള്ള റംബൂട്ടാൻ ചെടികൾ അതിൻ്റെ അടിയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇത് തരാവുന്നതാണ്. ഓക്കെ, എൻ്റെ മൊബൈൽ നമ്പർ ഒരിക്കൽ ഞാൻ പറയാം. 9947364727 9947364727.